കറണ്ട് വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്നത്തെ ബാക്കി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു പീക്കിലെത്തിയപ്പോൾ സഡൻലി നല്ല ഹെയിൽ സ്റ്റോമും അതുപോലെ തണ്ടറൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ 1 മണിക്കൂറിൽ കൂടുതൽ ഈ ഒരു സ്ഥലത്ത് പെട്ടുപോയി. എന്നിരുന്നാലും നമ്മൾ അവിടെയുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇത്ര അധികം ഹെയിൽ സ്റ്റോമൊക്കെ ആദ്യമായിട്ടായിരുന്നു ലൈഫിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. ഇടിമിന്നലൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പേടിയാവുന്നുണ്ടായി, പക്ഷെ വേറെ ഓപ്ഷന് നമുക്കില്ല. പിന്നെ ഈ മലയൊക്കെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഫുൾ ഗ്രീനായിട്ടാണ് ഉണ്ടായിരുന്നത്. സഡൻലി ഇത് ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ടായി. ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ മേലോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡ് തന്നെയായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ സ്ലിപ്പായിട്ടുള്ള വീണ് പിന്നെ കരച്ചിലായി, അങ്ങനെ കുറേ സീനുണ്ടായി. പക്ഷെ എന്നാലും ഞാൻ മേലെ എത്തി ഐസെല്ലാം കണ്ടതോ പെട്ടെന്ന് ഇതെല്ലാം ഞാൻ വീണ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മറന്നുപോയി. പിന്നെ എൻ്റെ മൈൻഡ് മൊത്തം ഐസൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു ഇതിലായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഈസി ആയൊരു ട്രക്കാണെന്ന്. പക്ഷേ ഇതല്ല, ഇത് അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ട്രക്ക് തന്നെയായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും.